നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവഗണിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളെ ഒറ്റപ്പെടുത്തിയ വ്യക്തികളിൽ നിന്ന്, നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തിൽ നിന്ന് കർത്താവ് അത് അനുവദിച്ചതാണ്. വയ്ക്കുമ്പോൾ ക്രൂശിതനിൽ 3 കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. ഒന്ന്, തിരുരക്തത്തിൻ്റെ സംരക്ഷണവും പാപമോചനം, തിന്മകൾ നിന്ന് വിടുതലും. 2, തിരുമുറിവിൻ്റെ സൗഖ്യം. 3, പരിശുദ്ധാത്മാവ്. സമർപ്പിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, അമ്മയുടെ പരിശുദ്ധമായ കാപ്പയുടെ വലിയൊരു സംരക്ഷണം, വലിയൊരു പൊതിച്ചൽ എന്നവരുണ്ടാകണമേ. അമ്മ മാതാവേ, ആ പരിശുദ്ധ കാപ്പയിലൂടെ പൊതിയപ്പെടുന്നവർക്കെല്ലാം പരിശുദ്ധാത്മാവിൻ്റെയും വചനത്തിൻ്റെയും പൊതിച്ചൽ കിട്ടുമല്ലോ. അമ്മ മാതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കൃപ നിറഞ്ഞ മറിയമേ, എനിക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടി വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. 2 കരങ്ങൾ കുരിശാകൃതിയിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, 2 കുരിശാകൃതിയിൽ കരങ്ങളെ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ ക്രൂശിതനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതായിട്ട് കാണുക. ക്രൂശിതനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ ക്രൂശിതനിൽ 3 കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. ഒന്ന്, തിരുരക്തത്തിൻ്റെ സംരക്ഷണവും പാപമോചനം, തിന്മകൾ നിന്ന് വിടുതലും. 2, തിരുമുറിവിൻ്റെ സൗഖ്യം. 3, പരിശുദ്ധാത്മാവ്. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ഒരു സംരക്ഷണം 1 യോഹന്നാൻ 1:7. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം സകല തിന്മകളിൽ നിന്നും എന്നെ വിടുവിക്കുന്നു. യെശയ്യാ 53:5. അവിടുത്തെ ക്ഷതങ്ങളാൽ സൗഖ്യപ്പെട്ടിരിക്കുന്നു. 1 പത്രോസ് 2:28. അവിടുന്ന് പറയുന്നു, അവിടുത്തെ തിരുമുറിവിനാൽ നിങ്ങൾ സൗഖ്യപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26 തിരുവചനം. പരിശുദ്ധാത്മാവാകുന്ന സഹായകൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ലൂക്കാ 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇതൊരു പ്രാർത്ഥനയാക്കി നമുക്ക് ചെല്ലാം. അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി തിരുമുറിവിനാൽ എന്നെ സുഖപ്പെടുത്തി പരിശുദ്ധാത്മാവിനാൽ എന്നെ നയിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ആമേൻ. വീണ്ടും ഈ കരങ്ങൾ കുരിശാകൃതിയിൽ നിങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ ക്രൂശിതനെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. തിരുരക്തത്തിൻ്റെ തിരുമുറിവിൻ്റെ പരിശുദ്ധ നിറവ് നമുക്ക് ലഭിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഈ മണിക്കൂറിൽ നമ്മൾ സമർപ്പിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ സമർപ്പിക്കണം. കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്, ഇതാണ് പഞ്ചേന്ദ്രിയങ്ങൾ. ഈ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ സമർപ്പിക്കണം. അത് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കണം. പഞ്ചേന്ദ്രിയങ്ങൾ ഒരു വാതിലാണ്. ആ വാതിലിലൂടെ ഈശോയോ വചനമോ ഒക്കെ അല്ലാതെ, ദൈവവും ദൈവികമായിട്ടുള്ളതല്ലാതെ മറ്റൊന്നും അതിലൂടെ കയറി വരാൻ പാടില്ല. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അതൊരു വാതിലാണ്. ഈ വാതിലൂടെ പലതും നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഈ വചന ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന വാതിലൂടെ വചനമാകുന്ന യേശുവുമല്ലാതെ മറ്റൊന്നും, ദൈവവും ദൈവികവുമല്ലാതെ മറ്റൊന്നും ആ വാതിലൂടെ കയറി വരാൻ പാടില്ല. ഇതുവരെ കയറി വന്നതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക്, ദൈവമല്ലാതെ കടന്നു വന്നതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ആത്മീയ നന്മകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ഈ
പരിശുദ്ധ അമ്മ ഇതിൽ കാവൽ നിൽക്കുമ്പോൾ, പഞ്ചേന്ദ്രിയങ്ങളാകുന്ന വാതിൽ പരിശുദ്ധമ്മ കാവൽ നിൽക്കുമ്പോൾ, പരിശുദ്ധ അമ്മ അറിയാതെ വേറെ ഒന്നും ആ വാതിലൂടെ കയറി വരികയില്ല, യേശുവല്ലാതെ, വചനമല്ലാതെ. അപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ കുരിശാകൃതി ചേർത്ത് വയ്ക്കുക. അച്ഛൻ പറഞ്ഞ് ഓർമ്മ നിൽക്കുക. തിരുരക്തം, തിരുമുറിവ്, പരിശുദ്ധാത്മാവ്. അത് അഭിഷേകമാണ്, വിടുതലാണ്, സൗഖ്യമാണ്, നിറവാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെന്ന വാതിൽ പരിശുദ്ധ അമ്മയെ കാവൽ നിർത്തണം. അച്ഛൻ്റെ പ്രാർത്ഥന ചൊല്ലിത്തരാം. ആ പ്രാർത്ഥന ചൊല്ലി നമ്മൾ ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമ്മളിങ്ങനെയാണ് പ്രാർത്ഥന: നാരികീയ ശക്തികളുടെ സർപ്പത്തിന്റെ തല തകർത്തവളും സർവ്വസൈന്യാധിപയുമായ പരിശുദ്ധ കന്യകാമറിയമേ, എന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കാവൽ നിൽക്കണമേ. ഇങ്ങനെ നമ്മൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ധ്യാനത്തിലേക്ക് കിടന്നു. ഒരിക്കൽ കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ഒരു വാതിലാണ്. ആ വാതിൽ പരിശുദ്ധ അമ്മയോട് പറയ്, അമ്മ മാതാവേ, ഈ വാതിൽ അമ്മ കൂട്ട് നിൽക്കണമേ, കാവൽ നിൽക്കണമേ എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നാരികീയ ശക്തികളുടെ സർപ്പത്തിന്റെ തല തകർത്തവളും സർവ്വസൈന്യാധിപയുമായ പരിശുദ്ധ കന്യകാമറിയമേ, എന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കാവൽ നിൽക്കണമേ. ഒരിക്കൽ കൂടി. നാരികീയ ശക്തികളുടെ സർപ്പത്തിന്റെ തല തകർത്തവളും സർവ്വസൈന്യാധിപയുമായ പരിശുദ്ധ കന്യകാമറിയമേ, എന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കാവൽ നിൽക്കണമേ. ആമേൻ. മിശിഹാ, സഹോദരങ്ങളെ, മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 31 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു വചനഭാഗമാണ്. നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുള്ളൊരു വചനഭാഗമാണ്. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ ബദിറിനെ സുഖപ്പെടുത്തുന്ന ഹെഡിങ്ങോട് കൂടിയാണ് അതുള്ളത്. ബൈബിളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ബൈബിളൊക്കെ എടുത്ത് കൈപ്പിടിച്ചുകൊള്ളുക. വായിക്കാൻ പറയുന്നത് പറ്റുന്നവർക്ക് വായിക്കണമേ. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 31 തിരുവചനങ്ങളിൽ ബദിറിനെ സുഖപ്പെടുത്തുന്ന ഹെഡിങ്ങോട് കൂടിയാണ് ഇത് കിടക്കുന്നത്. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന വചനഭാഗമാണ്. ആ വചനഭാഗം തുടങ്ങുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: അവൻ ടയർ പ്രദേശത്ത് പുറപ്പെട്ട് സീദോൻ കടന്ന് ദെക്കാപോളിസ് പ്രദേശത്തിൽ കൂടെ ഗലീലി കടൽത്തീരത്തേക്ക് പോയി. യേശുവിനെ കുറിച്ചാണ് പറഞ്ഞു വെക്കുന്നത്. യേശു കടന്നു വരുന്നത് ഗലീലി കടൽത്തീരത്തേക്കാണ്. യേശു അങ്ങനെ വരുമ്പോൾ എത്ര സ്ഥലങ്ങൾ കടന്നാണെന്ന് ഓർക്കുക. ടയർ പ്രദേശത്ത് പുറപ്പെട്ട് സീദോൻ കടന്ന് ദെക്കാപോളിസ് പ്രദേശത്തിൽ കൂടെ ഗലീലി കടൽത്തീരത്തേക്ക് പോയി. ഗലീലി കടൽത്തീരത്തേക്കാണ് യേശുവിന് വരേണ്ടിയിരുന്നത്. അവിടെ യേശുവിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെയാണ് യേശുവിൻ്റെ പ്രവർത്തന മണ്ഡലം. ഇവിടെ യേശു കടന്നു വരികയുമ്പോൾ അവിടെ ബദിരനും സംസാര തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശുവിൻ്റെ അടുക്കലേക്ക് ഈ ബദിരനായ ഒരു മനുഷ്യനെ കൊണ്ടുവരുന്ന ആളുകൾ അവൻ്റെ അടുത്ത് വന്ന് എന്ന് പറയുന്നത് പ്രകാരമാണ്: ഇവനെ നീ സുഖപ്പെടുത്തണം എന്നുള്ളതാണ്. അവൻ്റെ മേൽ കൈവെക്കണം, സുഖപ്പെടുത്തണമെന്നാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്ന കുറച്ച് ആളുകളാണ് ഈ മനുഷ്യനെ കൊണ്ടുവരിക. പക്ഷേ ഈ മനുഷ്യനെ ആ നാട്ടിലൊക്കെ ഈ മനുഷ്യൻ അറിയപ്പെടുന്നത് ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പണ്ട് യഹൂദരുടെ ഇടയിൽ ഒരു കാലത്ത് ഇങ്ങനെ വിശ്വാസമുണ്ടായിരുന്നു: ഒരുവൻ രോഗിയായിട്ടോ കുറവുള്ളവനൊക്കെ ആയിട്ടോ ബദിരന് അന്ധനൊക്കെ ആയിട്ട് ജനിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ശിക്ഷയായി, പാപത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയത്താണ്. ആ സമൂഹത്തിനിടയിലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മനുഷ്യരെ കുടുംബങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഒറ്റപ്പെട്ടവനാണ്. മറ്റുള്ളവരാൽ, കുടുംബത്താൽ, മറ്റ് സ്നേഹിതരാൽ എല്ലാവരും ഒറ്റപ്പെട്ട ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ ഒറ്റപ്പെട്ടതുകൊണ്ട്, അതിനെ മുറിവേറ്റതുകൊണ്ട്, അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ മനുഷ്യൻ എന്നെ കുറച്ചു പേര് ചേർന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. അന്നും കുറേ നല്ല മനുഷ്യരൊക്കെ ഉണ്ട്. അവരെയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. അവർ പറയുന്ന അവരുടെ കാര്യം ഇതാണ്: ഇവനെ സുഖപ്പെടുത്തണം, അവൻ്റെ മേൽ കൈകൾ വെക്കണം എന്നാണ്. അതൊരു നല്ലൊരു സുഹൃത്ത് ബന്ധമാണത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ നല്ല കുറച്ച് ആൾക്കാരുണ്ടാകാം. നമ്മൾ ദൈവത്തെങ്കിലേക്ക്, നന്മയിലേക്കൊക്കെ
നയിക്കുന്നവരോ ഒരു അപകടങ്ങൾ വരുമ്പോഴോ ഒരു പ്രദർശനം വരുമ്പോഴോ ഒക്കെ സഹായ മനസ്ഥിതിയുള്ള കുറേ ആളുകളൊക്കെ നമുക്കൊക്കെ ഉണ്ട്. അത് നല്ലതരം. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. ഇപ്പോഴിതാ യേശുവിൻ്റെ അടുക്കലേക്ക് ഈ മകനെ കൊണ്ടുവരുമ്പോൾ അവനോട് പറയുന്നത് ഇവനെ സുഖപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. അവർക്ക് യേശുവിലൊരു പ്രത്യാശയുണ്ട്, കൊണ്ടുവന്നവർക്ക് യേശുവിലൊരു പ്രത്യാശയുണ്ട്, പ്രതീക്ഷയുണ്ട്. ഇവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവന് സൗഖ്യം കിട്ടുമെന്ന് അവർക്ക് ഒരു പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കലേക്ക് അവർ കൊണ്ടുവന്നത്. അതിനുവേണ്ടി നമുക്ക് ഇങ്ങനെ വിളിക്കാം, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരൊക്കെ പറയാം. മറ്റുള്ളവരെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരാണെന്ന് പറയാം. ഓക്കെ, എന്തുമായിക്കൊള്ളട്ടെ, സ്നേഹിക്കുന്ന കുറച്ച് നല്ല മനുഷ്യരാണ്, നല്ല മനസ്സുള്ളവരാണ്. അത് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവൻ്റെ ആഗ്രഹം അവൻ്റെ സുഖപ്പെടുത്തുന്നു, അവർക്ക് പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെ. യേശു ഈ ഗലീലി കടൽ തീരത്ത് കടന്നു വരുന്നത് ഞാൻ പറയും ഈ മനുഷ്യന് വേണ്ടി മാത്രമാണെന്ന്. എത്ര സ്ഥലങ്ങൾ കടന്നാണ്, ടയർ പ്രദേശം കടന്ന്, സീതോൻ കടന്ന്, ദെക്കാപോളിസ് പ്രദേശം കടന്ന് ഗലീലി തീരത്തേക്ക് വരുന്നത്. ഈ ഗലീലി തീരത്താണ് യേശുവിന് തൻ്റെ ദൈവരാജ്യ പ്രഘോഷണത്തിലും സൗഖ്യം കൊടുക്കുവാനും ദൈവം നിയോഗിച്ചിരിക്കുന്ന സ്ഥലം ഈ ഗലീലിയിലാണ്. അവിടെയാണ് ഈ മനുഷ്യനെ മറ്റുള്ളവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ കാണാറുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതി എത്ര നല്ലതാണെന്ന് ഓർക്കാറുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹവും എത്ര നല്ലതാണെന്ന് ഓർക്കാറുണ്ട്. കാരണം എന്താണ്, ജെറമിയ 29:11 നമ്മൾ വായിക്കുന്നുണ്ട്. അത് പ്രകാരമാണ് നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എന്താണ് എൻ്റെ മനസ്സിലുണ്ട്. ആരുടെ മനസ്സിലാണ്? യേശുവിൻ്റെ മനസ്സിൽ, ദൈവത്തിൻ്റെ മനസ്സിലാണ് ആ പദ്ധതി കിടക്കുക. എന്താണ് പദ്ധതി കിടക്കുന്നത്? വചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രവാചകൻ ജെറമിയ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ്? ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന നല്ലൊരു പദ്ധതിയാണ് ദൈവത്തിൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോ ഈ ദൈവത്തിന്റെ മനസ്സിൽ കിടക്കുന്ന ഈ പദ്ധതിയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോഴാണ് നമ്മൾ പരാതി പറയുന്നത്, മറ്റുള്ളവരിലേക്ക് പോകുന്നത്, ആശ്രയിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ കിടക്കുന്ന പദ്ധതികളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുക ഒരു വിശ്വാസി അങ്ങനെയുള്ള ഒരാളാർന്നിരിക്കണം. നമുക്ക് തിരിച്ചറിയാൻ പറയണം. നമ്മൾ ബൈബിൾ പറയുന്നു, വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി ദൈവത്തിന്റെ മനസ്സിൽ കിടപ്പുണ്ട്, നാശത്തിലല്ല, പിന്നെന്താണ്, ക്ഷേമത്തിലുള്ളൊരു പദ്ധതിയാണ്. അപ്പൊ നാശത്തിലല്ല, അതൊക്കെ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ, ഒരു സങ്കടം വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ഓർക്കാറുണ്ടോ നമ്മളെക്കുറിച്ച് ഒരു പദ്ധതി ഇങ്ങനെ ഉണ്ടെന്ന്? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പരാതി പറയില്ല. എന്തുകൊണ്ടെന്ന് കർത്താവിന് ചോദിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവിക പദ്ധതിയെ തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോഴാണ് സങ്കടത്തിന്റെ, ദുരിതത്തിന്റെ, അതിനെ ഓർത്ത് വിലപിക്കുന്ന, പ്രാകുന്ന, ശപിക്കുന്ന വ്യക്തികളായി മാറ്റപ്പെടുന്നത്. വിശ്വാസം പരിശോധിക്കപ്പെടുന്ന സമയമാണ് അതൊക്കെ. അങ്ങനെ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ഇതിൽ പലരും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. അടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇതുപോലെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും കടന്നു പോയിക്കുന്ന അച്ഛനാന്ന് പറയും നമ്മളൊക്കെ, അല്ലേ? അത് തീർച്ചയായിട്ടും അതെ. അപ്പോൾ പക്ഷേ ഇത് ദൈവത്തിന്റെ മനസ്സിൽ കിടക്കുക. ഈ മനസ്സ്, ദൈവത്തിന്റെ മനസ്സറിയുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതം. വലതൊരു ഹാലലിയ പറഞ്ഞേ, കരങ്ങളെ വീശി പറഞ്ഞേ, സന്തോഷത്തോടെ പറഞ്ഞേ. ഈ കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നില്ലല്ലോ? ഒരിക്കൽ കൂടി പറഞ്ഞേ ഹല്ലേലൂയ, ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നോക്കുക, ദൈവത്തിന്റെ മനസ്സിൽ കിടക്കുന്ന പദ്ധതി നാശത്തിലെ ക്ഷേമത്തിലുള്ള പദ്ധതിയാണെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ പോലും നമുക്ക് ആ പദ്ധതി നാശത്തിനാണോ ക്ഷേമത്തിലാണോ പലപ്പോഴും നമുക്കും അറിയത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പരാതിയുള്ളവരൊക്കെ തീരാറുണ്ട്, ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട്. നിങ്ങൾ കാരണമാണ്, അത് കാരണം, അതൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ പദ്ധതിയെ തിരിച്ചറിയുവാൻ ഒരു വിശ്വാസി എപ്പോൾ പരിശീലിക്കുന്നുവോ, പരിശ്രമിക്കുന്നുവോ, ആ നിമിഷം മുതൽ ദൈവത്തിന്റെ മനസ്സിലെ പദ്ധതികൾ, നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ ദൈവം നിന്നോട് പറഞ്ഞു തരും. ഹല്ലേലൂയ. നമ്മൾ ഇന്നത്തെ കാണാൻ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 18-ാം അധ്യായം കടന്നു വരുമ്പോൾ അബ്രാഹത്തിന് ദൈവം വലിയൊരു അനുഗ്രഹം കൊടുത്തിട്ട് ഇറങ്ങി വരുന്ന രംഗമുണ്ട്. വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരിച്ചു വരും, അന്നേരം നിന്റെ ഭാര്യ സാറായിക്ക് ഒരു കുഞ്ഞൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഒരു വലിയ ബ്ലെസ്സിങ് കൊടുത്തിട്ട് കർത്താവ് ഇറങ്ങി വരുന്ന രംഗമുണ്ട്. അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ 19 കടന്നു വരുമ്പോഴൊക്കെ സോദോം ഗൊമോറയെ കുറിച്ച് അപ്പൊ കർത്താവിന്റെ ഒരു ആലോചനകൾ അബ്രാഹത്തോട് പറയുന്ന രംഗമുണ്ട്. ദൈവം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ സോദോം ഗൊമോറയിൽ ഞാൻ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ദാസനായ അബ്രാഹത്തെ ഞാൻ ഇതിനാണ് പറയാതിരിക്കുന്നത്. നോക്കിക്കേ, അതായത് ദൈവത്തിന്റെ പദ്ധതികൾ, അവിടെ നടക്കാനിരിക്കുന്ന പദ്ധതികൾ ആരോടാ പറയുന്നത്? ഈ ഭൂമുഖത്തെ മനുഷ്യനോട് ദൈവം പറയാൻ ആലോചിക്കുകയാണ്.
അപ്പോൾ മനസ്സറിയണം. ദൈവത്തിൻ്റെ മനസ്സിൽ കിടക്കുന്ന പദ്ധതികൾ എന്നോട് ദൈവം പറയുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്സെനിക്കുണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് അബ്രാഹത്തിന് പറ്റുമായിരുന്നു. അബ്രാഹം ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർത്തിരിക്കുന്ന ഒരാളായിരുന്നത് കൊണ്ടാണ് ദൈവം അവനോട് പറയുവാൻ ഇങ്ങനെ തീരുമാനിച്ചത്. നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ദൈവം ഇങ്ങനെ പറയാറുണ്ട്, മത്തായി, എൻ്റെ പേര് മത്തായി എന്നാണ്, മത്തായി നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടാനൊക്കെ ഉണ്ടെങ്കിൽ ദൈവം ഇങ്ങനെ നിന്നോട് പറയാനുണ്ട്. അത് എനിക്ക് എപ്പോഴാണ് തിരിച്ചറിയുന്നത്? ഒരു വിശ്വാസിക്ക് ദൈവത്തിന്റെ മനസ്സിൽ കിടക്കുന്ന പദ്ധതികൾ എപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റുന്നത്? ആ തിരിച്ചറിയാൻ പറ്റുന്ന സമയമാണ് പ്രാർത്ഥനയുടെ സമയങ്ങൾ, വേറെ ഒന്നുമല്ല. ദൈവത്തിന്റെ പദ്ധതികൾ മനുഷ്യർക്ക്, വിശ്വാസികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഏക സമയം പ്രാർത്ഥന സമയമാണ്. വലതുരി ഹല്ലേലൂയ പറഞ്ഞേ, കരങ്ങൾ വീശി പറഞ്ഞേ. അപ്പൊ ദൈവത്തിന്റെ മനസ്സിൽ കിടക്കുന്ന പദ്ധതികൾ. അപ്പോ ദൈവത്തിന്റെ മനസ്സറിയാൻ പറ്റുന്ന സമയം എപ്പോഴാണെന്നറിയാമോ? ഉറക്കം വരുന്ന സമയം. അതെന്തിനാ പറഞ്ഞറിയാമോ? നമുക്ക് ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? പ്രാർത്ഥന സമയത്ത് കണ്ടോ, അതുകൊണ്ട് ഉറക്കം വരുന്ന സമയം എന്ന് പറഞ്ഞൊരു കാര്യം. പക്ഷെ ഈ ഉറക്കം വരുന്ന സമയത്ത് ഒരാൾക്ക് വെളിപാട് സ്വീകരിച്ചായിരുന്നു. അതാരാ? ജോസഫിന് ഉറക്കത്തെ പോലും വെളിപാട് കിട്ടിയായിരുന്നു. നമുക്കും അങ്ങനെയാ, ഉറക്കത്തിലൊക്കെ വെളിപാട് കാണാറില്ല, പലതും കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കാണുകയാണ്. അതിൽ തിരിച്ചു വരാം. ഈ ബദിരനായ മനുഷ്യനെ യേശുവിൻ്റെ മുന്നിൽ കുറച്ചുപേര് കൂടി കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവനെക്കുറിച്ചുള്ള പദ്ധതികൾ ദൈവത്തിൻ്റെ മനസ്സിൽ കിടപ്പണമെന്ന് ഓർത്തോണം. അവൻ ഈ നാടിന്, ആ കുടുംബങ്ങൾക്ക്, ആ ദേശത്തിന് ഒക്കെ ദൈവത്തിൻ്റെ ശിക്ഷയുടെ ഫലമായിട്ടോ ശാപത്തിൻ്റെ ഫലമായിട്ടോ അവൻ ചെയ്തതിൻ്റെയോ അവൻ്റെ മാതാപിതാക്കളോ സഹോദരൻ ചെയ്തതിൻ്റെ പാപത്തിൻ്റെ പരിണത ഫലമായിട്ടൊക്കെ അവൻ അങ്ങനെ ആയിത്തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിലാണ് മനുഷ്യജീവിതം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള ആ സമയത്ത് അവൻ കൊണ്ടുവരുമ്പോൾ അവനെക്കുറിച്ചുള്ള പദ്ധതികൾ ദൈവത്തിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങള്, നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ മനസ്സറിയുവാൻ ദൈവത്തിന്റെ പക്കലേക്ക് തന്നെ പോകണം. ഹല്ലേലൂയ. വളരെ ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരുടെ അടുത്തൊക്കെ നോക്കിയിട്ട് മുഖത്ത് നോക്കി ഒന്ന് പറയാമോ, ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന്റെ അടുക്ക് പോകണമെന്ന് പറഞ്ഞു? ഓക്കെ. അപ്പൊ ദൈവത്തിന്റെ പദ്ധതികൾ അറിയാം, നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി അറിയാം. വേറെ എങ്ങും പോയിട്ട് കാര്യം, ശകനക്കാരുടെ അടുത്ത് പോയിട്ടില്ല, ശകനമായി തീരും. കൈനോട്ടക്കാരുടെ അടുത്ത് പോയിട്ടില്ല, അത് വലിയൊരു കൈവെപ്പായി തീരും. അതുകൊണ്ട് പോയിട്ട് കാര്യമില്ല. മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല, അത് വലിയ കുരുക്കായി തീരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് പോയിട്ട് കാര്യമില്ല. ഏലസ് കിട്ടുന്നടുത്ത് പോയിട്ട് കാര്യമില്ല, അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് തീരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് എവിടെ പോകണം? യേശുവിൻ്റെ അടുത്ത് പോകണം. ഇതാ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. ഈ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഇവനെക്കുറിച്ചുള്ള പദ്ധതി അവർക്ക് അറിയത്തില്ല. പക്ഷെ നാടൊട്ടും ഇവൻ്റെ പദ്ധതി എന്നാണ്? മനുഷ്യരുടെ മനസ്സിൽ ഇവനെക്കുറിച്ചുള്ള പദ്ധതികൾ എന്താണ്? ഇവൻ ശാപത്തിൻ്റെ പാപത്തിൻ്റെ ഫലമായുണ്ടായ ഒരാളായിട്ടാണ് മനുഷ്യർ കണ്ടിട്ടുള്ളത്. അതാണ് അവനെക്കുറിച്ചുള്ള ജനങ്ങളുടെ മനസ്സിലുള്ള പദ്ധതികൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ ചിലപ്പോൾ കരുതാറുണ്ട്. ഇവിടെ ഇതാ നമുക്കെങ്ങനെ കാണാൻ സാധിക്കും? ഈ മനുഷ്യനെ കൊണ്ടുവന്നു കഴിയുമ്പോൾ കൊണ്ടുവന്ന ആളുകൾക്ക് കൊണ്ടുവന്നവനെ കുറിച്ച് അവൻ എന്താണെന്ന് അവർക്കറിയാം. ആരുടെ അടുത്താണ് കൊണ്ടുവരുന്നതെന്ന് അവർ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പറയുക, കർത്താവേ ഇവന്റെ മേലൊന്ന് കൈവെക്കണമേ, ഇവനൊന്ന് സുഖപ്പെടുത്തണമേ. ഇതാണ്. അപ്പൊ കൊണ്ടുവന്നത് എവിടാ? മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തില് 28-ാം തിരുവചനം എന്താണെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 11:28 മനസ്സിൽ കുറിച്ച് വെച്ചോണം. നിങ്ങൾക്ക് അറിയാവുന്ന വചനമാ. അധ്വാനിക്കുന്നവരും ഭാരം വയ്ക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവിൻ്റെ അടുക്ക വന്നു കഴിഞ്ഞാൽ എന്തുണ്ട്? ആശ്വാസമുണ്ട്. കർത്താവിൻ്റെ അടുക്ക കൊണ്ടുവന്നേ കേട്ടോ. അപ്പോൾ ആശ്വാസം കിട്ടും. ഏത് ഭാരത്തോടു കൂടിയാണെങ്കിലും കിട്ടും. മത്തായിയുടെ സുവിശേഷം 11:22 മനസ്സിൽ കുറിച്ച് വെച്ചോണം. അപ്പോൾ അവർ കൊണ്ടുവന്നു. ഒറ്റ കാര്യമേ പറഞ്ഞോളൂ, ഇവൻ്റെ മേൽ കൈവെക്കണമേ, ഇവനെ സുഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ ഇനി അവരുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ അവർ ചെയ്തു. ഇനി യേശുവിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ യേശു ചെയ്യാൻ പോവുകയാണ് കേട്ടോ. യേശുവിൻ്റെ അടുക്കലേക്ക് ഒരുവനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നാം വന്നു കഴിഞ്ഞാൽ ഇനി യേശു പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയമാണ്. യേശു പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയമാണ്. നമ്മൾ യേശുവിൻ്റെ അടുക്കൽ നിന്ന് പോയാൽ മതി. യേശു പറഞ്ഞു എൻ്റെ അടുക്ക് വാ എന്ന് യേശു എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? യേശു പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യേശു ഇവിടെ കൊണ്ടുവന്നു. അവൻ ഇനി യേശു ചെയ്ത പ്രവൃത്തി എന്താണ്? യേശു അവനെ മാറ്റി നിർത്തി. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. അപ്പോൾ ഒരുപാട് ജനക്കൂട്ടം ഉണ്ട്, ഒരുപാട് ആളുകൾ ഉണ്ടെന്നുള്ള കാര്യം അവിടെ വളരെ വ്യക്തമാണ് ബൈബിളിൽ. 33 വചനത്തിലാണ് 7-ാം അധ്യായത്തിൽ, മർക്കോസ് 7:33. ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. അപ്പോൾ അവന് വേണ്ടി വാദിക്കാൻ ഒരു കൂട്ടരുണ്ട്, അവന് വേണ്ടി അപേക്ഷിക്കാൻ കുറച്ച് പേരുണ്ട്, അവനെ സ്നേഹിക്കുന്നവർ കുറച്ച് പേരുണ്ട്. പക്ഷേ യേശു എന്ത് ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവനെ ജനക്കൂട്ടത്തിൽ നിന്ന്
മാറ്റി നിർത്തി. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. ഇപ്പം അവൻ തനിച്ചാണ്, കൊണ്ടുവന്ന ആളുടെ ഇടയിലല്ല, ജനക്കൂട്ടത്തിൻ്റെ ഇടയിലല്ല. ഇപ്പോ അവൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് പറയാമോ? എന്താ? യേശുവിന്റെ അടുക്കൽ. കറക്റ്റ് ആൻസറാണ്. യേശു മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞേ. യേശു മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അരികിലേക്ക്, യേശുവിന്റെ പക്ഷത്തേക്ക്, യേശുവിന്റെ ചാരത്തേക്ക് യേശു ചേർത്ത് പിടിച്ചു എന്നാണ് അർത്ഥം. അങ്ങനെ എല്ലാ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ യേശു ചേർത്ത് പിടിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കരങ്ങൾ ഉയർത്തണ്ട. യേശു ചേർത്ത് പിടിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ യേശുവാണ് ചേർത്ത് പിടിച്ചെന്ന് പലർക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അതെന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം. അതിങ്ങനെയാണ്, നമുക്ക് ഒരു വിഷമത വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ, ഒരു ദുരന്തത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഒറ്റപ്പെടൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? എന്നെ അവരൊന്നും മാറ്റി നിർത്തപ്പെട്ടല്ലേ? അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ഇടവകയിൽ നിന്ന്, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ മാറ്റി നിർത്തപ്പെട്ടു. മാറ്റി നിർത്തപ്പെട്ടു വളരെ വേദനയാണ്. ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേദനയാണ് ഏറ്റവും വലിയ വേദന എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? വേദന എന്ന് പറയുന്നത് മാറ്റി നിർത്തപ്പെട്ടവൻ്റെ, അവഗണിക്കപ്പെട്ടവൻ്റെ വേദന, ഭയങ്കര വേദന എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതാണ് ഒറ്റപ്പെട്ടു പോയി, അവഗണിക്കപ്പെട്ടു പോയി, മാതാപിതാക്കളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്. അപ്പം അങ്ങനെയൊക്കെ മാറ്റി നിർത്തപ്പെട്ടു. യേശു പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറയണമെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ മാറ്റി നിർത്തപ്പെട്ട വ്യക്തികളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ഇടവകയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്നെ അവർ മാറ്റി നിർത്തി എന്ന് പറയരുത്. എൻ്റെ കെട്ടിയോൻ മാറ്റി നിർത്തിയത്, എൻ്റെ ഭാര്യ മാറ്റി നിർത്തി പറയരുത്. എൻ്റെ അപ്പം മാറ്റി നിർത്തി പറയരുത്. പിന്നെ എന്താ പറയേണ്ടത്? കർത്താവിന് സ്വന്തമാക്കുവാൻ, കർത്താവ് അവൻ്റെ അടുത്തേക്ക് എന്നെ ചേർത്ത് പിടിച്ചു മാറ്റി നിർത്തുന്നത് പറയണം. പറഞ്ഞൊരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തി പോരാ. അതെന്താണെന്നറിയാമോ? മാറ്റി നിർത്തിയത് എപ്പോഴും കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും പരാതി പറയും, അവൻ കാരണമാണ് എനിക്ക് സംഭവിച്ചത്, അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അവൾ കാരണമാണ് എനിക്ക് സംഭവിച്ചത്, അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? ആ വികാരിശം കാരണം പറഞ്ഞിട്ടില്ലേ? ആ കന്യാസ്ത്രീ കാരണം പറഞ്ഞിട്ടുണ്ട്. അവളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് പല പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവരാ എന്നെ മാറ്റി നിർത്തത്, അല്ലാതെ ഞാൻ എവിടെ എത്തേണ്ട ഒരാളായിരുന്നു അല്ലേ? ചില ജോലി സാധ്യതകൾ, പഠന സാധ്യത, അവിടെ എവിടെ എത്തേണ്ട ആളായിരുന്നു അല്ലേ? നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായി അല്ലേ? നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്ന് ഓർത്തോണം, ജീവിതത്തിൽ അങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവഗണിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ഓർത്തോണം, കർത്താവ് നിങ്ങളെ ഒറ്റപ്പെടുത്തിയ വ്യക്തികളിൽ നിന്ന്, നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തിൽ നിന്ന് കർത്താവ് അത് അനുവദിച്ചതാണ്. എന്നെ തല്ലരുത് കഴിഞ്ഞു കഴിയുമ്പോൾ, പറഞ്ഞു കഴിയുമ്പോൾ. കാരണം വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ദൈവം അറിയാതെയല്ല ഉണ്ടായിട്ടുള്ളത്. അതിനകത്തിന് പ്രശ്നമുണ്ടോ? എല്ലാ കാര്യം ദൈവം അറിയുന്നുണ്ട് അല്ലേ? നമ്മളത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യം കർത്താവ് അറിയുന്നതാണ്. എല്ലാ കാര്യം കർത്താവ് അറിയാം, ദൈവം അറിയുന്നതാ. പക്ഷെ ദൈവത്തിന്റെ അറിവോട് കൂടിയിട്ടും ദൈവം സമ്മതിച്ചു കൊടുത്ത എന്ത് ചെയ്യേ? പറയാമോ അമ്മച്ചി? ദൈവം എന്തിനാ അനുവദിച്ചു കൊടുത്തേ? ദൈവത്തിന് അറിവും സമ്മതം ഉണ്ടായിരുന്നിട്ട് പോലും ദൈവം എന്തിനാ അനുവദിച്ചു കൊടുത്തേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. എന്നാ നിന്നെ അങ്ങ് ഒരു പാഠം പഠിപ്പിച്ചേക്കാം, നിന്നെ ഒരു കുത്തുപാഠം ഇടിപ്പിച്ചേക്കാം ദൈവം കരുതിയിട്ടില്ല. അങ്ങനെ ചിന്തിക്കത്തില്ല ദൈവം, അങ്ങനെ ചിന്തിക്കത്തില്ല. എന്നെ കർത്താവ് അനുവദിച്ചു കൊടുക്കുകയാണ്, അവർക്ക് അനുവദിച്ചു കൊടുക്കുകയാണ്. നീ ഒന്ന് മാറ്റി നിർത്തപ്പെടാം. എന്തിനാണെന്നറിയാമോ? എന്നാലേ എനിക്ക് നിന്റെ അടുത്തേക്ക്, എനിക്ക് നിന്നെ മാത്രമുള്ള അവസ്ഥയിലേക്ക് എനിക്ക് നിന്നെ സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞേ. കാരണം വീശി പറഞ്ഞേ. അങ്ങനെ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് പറയുകയാണ്, നിന്നെ അവരാരും ഒറ്റപ്പെടുത്തിയതല്ല, അവരാരും അവഗണിച്ചതല്ല, ആ വികാരിച്ചൻ അവഗണിച്ചതല്ല, ആ സിസ്റ്റർ അവഗണിച്ചതല്ല, ആ വ്യക്തി അവഗണിച്ചതല്ല, ആ അപ്പൻ അവഗണിച്ചതല്ല, ആ അമ്മ അനുവദിച്ചതല്ല, നിന്റെ ഭർത്താവോ ഭാര്യ ഒന്നും അവഗണിച്ചതല്ല. പകരം നിന്നെ മാറ്റി നിർത്തുവാൻ ഞാൻ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ്.
നമുക്ക് ഈ നമ്മുടെ വലിയ നോയമ്പ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമ്മൾ ധ്യാനിക്കാറുണ്ട്. കാരണം എന്നറിയാമോ, ഈ ഗെത്സമനിൽ യേശു ഈ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് അവനെ പിടിച്ചു കെട്ടാൻ വേണ്ടി കുറേ പേര് വരുന്നുണ്ട് അല്ലേ, ഭടന്മാരൊക്കെ വരുന്നുണ്ട്. അപ്പോഴൊക്കെ യേശുവിനോട് അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ യേശു ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നസ്രായനായ യേശുവിനെയാണ്. ആ സമയത്ത് എന്താ സംഭവിച്ചത്? എല്ലാം ഓർമ്മയുണ്ടോ? 50 നോമ്പിലേക്ക് നോർത്താൽ മതി, തലയൊന്ന് റിഫ്ലക്ട് ചെയ്ത്. അത് എന്താണ് ആ സംഭവിച്ചത്? അവർ മറിഞ്ഞു വീണു. കാരണം അത് ഞാനാണെന്ന് യേശു പറഞ്ഞ അതേ സമയത്ത് അത് താങ്ങാൻ അവരെ കൊണ്ട് പറ്റില്ലായിരുന്നു. അത് ഞാനാണ്, നസ്രായന യേശുവാണെന്ന് യേശു സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ, അത് ഞാനാണെന്ന് പറഞ്ഞപ്പോൾ അത് അവനെ പിടിച്ചു കെട്ടാൻ വന്നവരും മറിഞ്ഞു വീണു. കാരണം അവൻ അനുവദിക്കാതെ അവന്റെ മേലെ കൈവയ്ക്കുവാൻ ആർക്കും പറ്റിയേല. അതൊരു ഹല്ലേലൂയ പറഞ്ഞേ. കാരണം യേശു പറഞ്ഞേ, ശക്തമായിട്ട് പറഞ്ഞേ. ഓക്കെ, അപ്പൊ എന്തിനാണെന്നറിയാമോ, ഇത് യേശു അനുവദിച്ചത്. അപ്പൊ ദൈവം അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് നീ അവഗണിക്കപ്പെടുവാൻ ഇട വന്നത്. എന്തിനാണെന്നറിയാമോ? ആ അവഗണിക്കപ്പെട്ട സമയത്ത് എന്തിനാണെന്നറിയാമോ യേശു അനുവദിച്ചതിനാണെന്നറിയാമോ? യേശുവിന് നിന്റെ അടുത്തേക്ക് വളരെ ഫ്രീ ആയിട്ട് കടന്നു വരാൻ പറ്റണമെന്നുണ്ടെങ്കിൽ വേറെ ആരും നിന്റെ കൂടെ ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ. വേറെ ആരുടെ സഹായം നിനക്കുണ്ടെങ്കിൽ, വേറെ ആരുടെ ഹെൽപ്പിലാണ് നീ ജീവിക്കുന്നെങ്കിൽ, മറ്റുള്ളവരുടെയൊക്കെ ആ ഒരു തണലിലാണ്, ആ ഒരു സുരക്ഷിതത്തിലാണ്, ആ സുഖത്തിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ യേശു നിന്റെ അടുക്ക് വരാൻ പറ്റില്ല. കാരണം യേശുവിനെല്ലാം മോർ ഇമ്പോർട്ടൻസ് നിന്റെ ജീവിതത്തിൽ തരും. പ്രതം കിട്ടുന്നുണ്ട? അപ്പൊ അങ്ങനെ ആരെങ്കിലും ഈ കൂടുതൽ ഇരിപ്പുണ്ടെങ്കിൽ യേശു ഇന്ന് അവരെ തൊടാൻ പോവുകയാണ്. ഈ ആരാധനയെങ്കിലും കർത്താവ് നിങ്ങൾ തൊടാൻ പോവുകയാണ്. അപ്പോൾ ഇതാ യേശു അവർ മാറ്റി നിർത്തിയത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, യേശുവിന് അവരുടെ അടുത്തേക്ക് വളരെ ഫ്രീ ആയിട്ട് കടന്നു വരാം. ഇനി വേറെ എങ്ങ് ട്രസ്റ്റ് ചെയ്യാനില്ല, വേറെ ആരെയും ആശ്രയിക്കാനില്ല ഈ ലോകത്ത്. അങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ ചെയ്ത കാര്യമില്ല, എന്ത് ചെയ്യും? തൂങ്ങും ചിലപ്പോൾ നമ്മൾ. ആരും ഇല്ലാതെ വന്നു കഴിയും, പറ്റപ്പെട്ടു അല്ലേ, ഒക്കെ ചിന്തിക്കും. പക്ഷേ യേശു അവരെ മാറ്റി നിർത്തി യേശുവിന് അവരുടെ അടുത്തേക്ക് പറയണം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് മാറ്റി നിർത്തിയത്. ഇപ്പം എഴുതാം, യേശു അവനെ മാറ്റി നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ഇനി യേശുവിൻ്റെ പ്രവൃത്തിയാണ്, വളരെ ശ്രദ്ധിച്ചു കേട്ടോണം. മറ്റുള്ളവരുടെ പ്രവൃത്തി അവരെ കൊടുത്ത് എത്തിക്കുക എന്നുള്ളതായിരുന്നു. യേശുവിൻ്റെ പ്രവൃത്തിയാണ്. യേശു എന്ത് ചെയ്തു? ആദ്യം മാറ്റി നിർത്തി. ശ്രദ്ധിച്ചു കേട്ടോണേ, മാറ്റി നിർത്തി. രണ്ടാമത് ചെയ്തൊരു കാര്യമുണ്ട്, അവൻ്റെ ചെവികളിൽ വിരലിട്ടു. യേശു ചെയ്തില്ല. അതിനുശേഷം എന്ത് ചെയ്തു? തുപ്പല് കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. വളരെ വൃത്തികെട്ടൊരു പരിപാടിയാണ് യേശു ചെയ്തത്. അല്ലെങ്കിൽ തന്നെ നമ്മുടെയൊക്കെ തുപ്പലം മറ്റുള്ള ദേഹത്ത് വീണ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നവരാണ്, ആണോ? അല്ല അല്ലേ, നമുക്കല്ല. മറ്റുള്ള തുപ്പലൊക്കെ വേറെ ആരുടെ ദേഹത്ത്, മറ്റുള്ള തുപ്പലം നമ്മുടെ ദേഹത്തൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്കിഷ്ടമില്ല. അങ്ങനെയുള്ള കാരണം അത്രേ നമുക്കിഷ്ടമില്ല. നമ്മുടെ തുപ്പലം നമുക്കിഷ്ടമാണെങ്കിൽ, തുപ്പിക്കളയുന്നതാണ് പലതുമെങ്കിലും മറ്റുള്ള തുപ്പലം നമ്മുടെ ദേഹത്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്കിഷ്ടമില്ല. പക്ഷെ ഇവിടെ ഒരു ശരിക്കായി ചെയ്തത് എന്താ യേശു ചെയ്തെന്നറിയാമോ? യേശു തുപ്പല കൊണ്ട് മറ്റുള്ളവർക്ക് എൻ്റെ തുപ്പലുകൾ എത്രമാത്രം വിഷമത ഉണ്ടാക്കുന്നു, വെറുപ്പുണ്ടാക്കുന്നുണ്ടോ, അഗ്ലിനെസ് എത്രമാത്രം ചീത്തയെ അവർ കാണുന്നുണ്ടോ, വെറുപ്പോടെ കാണുന്നുണ്ടോ, അതിനെ യേശു ഈ മാറ്റി നിർത്തപ്പെട്ടവനെ, ഒറ്റപ്പെട്ടു പോയതിൻ്റെ ജീവിതത്തിലേക്ക് വേദനിക്കുന്നവരിലേക്ക്, നഷ്ടങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഈ മനുഷ്യരിലേക്ക് ഈ തുപ്പൽ കൊണ്ടാണ് അവൻ്റെ നാവിൽ, അവൻ്റെ ചെവികളിൽ വിരലിട്ടു. തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചത്. അപ്പോൾ ആദ്യം ചെയ്ത പരിപാടി ഇതാണ്, അവൻ്റെ ചെവികളിൽ വിരലിട്ടു. നമുക്ക് അതിലേക്ക് മാത്രം പോകാം കേട്ടോ, നമുക്ക് നോക്കാം. യേശു ഈ ചെവികളിൽ വിരലിട്ട് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. എന്താണെന്നറിയാം, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ സംബന്ധിച്ചാണ് കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്. ഇതാണ് പഞ്ചേന്ദ്രിയം. അതൊരു വാതിലാണ്, അത് മനുഷ്യൻ്റെ ജീവിതത്തിലെ വാതിലാണ്. അതിലൂടെയാണ് പലതും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇവൻ്റെ ജീവിതത്തിലേക്ക് ഈ ചെവിയിലൂടെ പലതും കയറി വന്നിട്ടുണ്ട്. പക്ഷേ അവന് കേൾക്കാൻ പറ്റുന്നില്ല, അവൻ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അവൻ്റെ ചെവികളിൽ കർത്താവ് വിരലിട്ട് കഴിഞ്ഞിട്ട് തുപ്പല് കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു കഴിഞ്ഞിട്ട് യേശു സ്വർഗത്തിൽ നോക്കി. അവിടം വരെ നിൽക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടോണം. ഇനി എന്നിലേക്ക് മാത്രം ശ്രദ്ധിച്ചോണേ, നോക്കിക്കോണം കേട്ടോ, നോക്കിക്കോണം. അവൻ്റെ ചെവികളിൽ വിരലിട്ടതിന് യേശുവിനൊരു ഉദ്ദേശമുണ്ട്. അവൻ്റെ ചെവിയിൽ അവന് ഇതുവരെ ആരെയൊന്നും കേൾക്കാൻ പറ്റുമായിരുന്നില്ല, സംസാരിക്കാനും പറ്റുമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവൻ്റെ ചെവികളിൽ യേശു വിരലിട്ടതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. അത് യേശുവിനെ തുറക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക, തുറക്കാൻ വേണ്ടിയിട്ടാണ് യേശു വിരലിട്ട്. യേശുവിൻ്റെ ഉദ്ദേശമുണ്ട്. എന്തിനായിരിക്കും അതങ്ങനെ ചെയ്തത്? അതിൻ്റെ യേശുവിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യേശുവിനെ തുറന്നു കൊടുക്കണം. പക്ഷെ തുറന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഇതുവരെ
അവനൊന്നും കേൾക്കത്തില്ല, ഇപ്പോഴൊന്നും കേൾക്കത്തില്ല. ഇനി ആദ്യമായിട്ട് അവൻ കേൾക്കേണ്ടത് എന്താർന്നിരിക്കണം എന്ന് യേശുവിന് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ ചെവികളിൽ യേശു വിരലിട്ടത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. നമുക്ക് ഒരു ബൈബിളിൽ റോമാലേഖനം അതിൻ്റെ 10-ാം അധ്യായം ഒന്ന് എടുക്കാമോ? ബൈബിൾ വായിക്കാൻ ഉള്ളവർ ആരെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് ഒന്ന് വായിച്ച് സഹായിച്ചാൽ വളരെ ഉപകാരമായി. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ റോമാലേഖനം 10-ാം അധ്യായം ഇത് വായിക്കും. ഇങ്ങനെയാണ് കിട്ടും. ഇങ്ങനെയാണ് 17-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. മതി. നോക്കിക്കേ, അവന്റെ ചെവികളിൽ യേശു വിരലിട്ടതിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ഈ വചനം ഒന്ന് കേൾക്കണം, ഒന്ന് കണക്ട് ചെയ്യാൻ പോകാം. പൗലോസ്ലീഹായുടെ വചനത്തോട് നമ്മൾ ഈ വചനത്തിൽ ചേർത്ത് പിടിക്കാൻ പോവാണ്. ഒന്ന് ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. നോക്കി പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് യേശു അവന്റെ ചെവിയിൽ വിരലിട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഇനി എന്ത് കേൾക്കണം? അവന്റെ ചെവിയിൽ യേശു വിരലിട്ട് കഴിഞ്ഞാൽ അവൻ ഇനി കേൾക്കേണ്ടത് അവന്റെ ഉള്ളിൽ വിശ്വാസം യേശുവിലുള്ള ദൈവത്തിലുള്ള വചനത്തിലുള്ള വിശ്വാസം ജനിപ്പിക്കുന്ന വചനം കാരണം. അതിനു വേണ്ടിയിട്ടാണ് ഇനി ഇതുവരെ അവനൊന്നും കേട്ടിട്ടില്ല. ഇനി ആദ്യമായിട്ട് അവൻ കേൾക്കുന്നത് എന്താണെന്നിരിക്കണം? യേശുവിനെ കേൾക്കണം. അപ്പോൾ യേശു വിരലിട്ട് കഴിഞ്ഞപ്പോൾ ഇതാണ് ഈ റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 17 വിശ്വാസം കേൾവിയിൽ നിന്നാണ്. ഇതുവരെ അവന് അങ്ങനെ കേൾവിയിലൂടെ ഈ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാൻ അവനെ കൊണ്ട് പറ്റിയിട്ടില്ല. ശ്രദ്ധിച്ചേക്കണേ, റോമ 10:17. അപ്പോൾ ഇനി അവൻ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ കേൾക്കണം. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിനെ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഈ അവന്റെ ചെവി കർത്താവ് ഓപ്പൺ ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് പറ്റി? കർത്താവ് അവന്റെ ചെവികൾ വിരലിട്ടപ്പോൾ കഴിഞ്ഞപ്പോൾ യേശുവിലുള്ള വിശ്വാസം കേൾക്കാൻ വേണ്ടി, ആഴപ്പെടാൻ വേണ്ടി, ഇനി അത് ഉൾപ്പെടാൻ വേണ്ടി, അതുവഴി അവൻ ക്രിസ്തുവിൽ വിശ്വാസിയായി തീരുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഇനി അവന്റെ ചെവിയിൽ വിരലിടുന്നത്. ഹല്ലേലൂയ. ഇത് ശ്രദ്ധിച്ച് കേട്ടണം. ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. കുറച്ച് കഴിയുമ്പോഴേക്കും നോക്കുക. ഇനി അടുത്തതിലേക്ക് നമ്മൾ കയറുകയാണ്. ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. സുവിശേഷം അതിന്റെ 7-ാം അധ്യായത്തിൽ ഇതാ യേശു രണ്ടാമത് ചെയ്ത കാര്യം ഇതാണ്. തുപ്പല കൊണ്ട് അവന്റെ നാവിൽ സ്പർശിച്ചു. ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, തുപ്പല അത്ര ഇഷ്ടമുള്ള സാധനമല്ല. പക്ഷേ ഒറ്റപ്പെട്ടു പോയ അവന്റെ ജീവിതത്തിൽ അത്രേ അറുപ്പോടെ നോക്കുന്ന ആ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഇനി മുതൽ അറപ്പും വെറുപ്പും ഉളവാക്കുന്നതും ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങൾ ഉള്ള സാഹചര്യങ്ങളെ അതിൽ നിന്നും അവൻ മാറി നിൽക്കുവാനും അതിൽ നിന്നും അവനെ സ്വാധീനിക്കാതിരിക്കാനും വേണ്ടിയാണ് അറപ്പുളവാക്കുന്ന തുപ്പല കൊണ്ട് അവന്റെ നാവിൽ തൊട്ടത്. അതൊരു ഹല്ലേലൂയ പറഞ്ഞേ, കരങ്ങൾ വീശി പറഞ്ഞേ. ഇതുവരെ അവന്റെ ജീവിതത്തിലുണ്ട്. ഇത് നമ്മളൊക്കെ അപ്പസ്തോലപ്രവൃത്തിയിൽ കാണുമ്പോൾ പത്രോസിന്റെ മുന്നിൽ ആകാശത്ത് വിരിപ്പിറങ്ങി വരുന്നുണ്ട്. വിരിപ്പിറങ്ങി വന്നു കഴിയുമ്പോൾ കർത്താവ് പറയാ, നീ തന്നെ കൊന്ന് ഭക്ഷിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ പത്രോസിന്റെ വാക്ക് എന്താണെന്നറിയാമോ? കർത്താവേ, ഇത് അങ്ങനെ ഒന്നും വായിച്ചിട്ടില്ലേ? അത് ബൈബിൾ അങ്ങനെ ഉണ്ട് കേട്ടോ. വിരിപ്പിറങ്ങി വന്നു, ഇത് കൊന്നു തിന്നാൻ പറഞ്ഞു. അപ്പോൾ പത്രോസ് പറയാണ്, ഇത് നിഷിദ്ധമാണ്. അപ്പോൾ അശുദ്ധമാണ്, ഞാൻ അശുദ്ധനാകും. പക്ഷേ ദൈവം എന്തു പറഞ്ഞു? ഒരു വാക്കോടെ പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാമോ? ദൈവം പറഞ്ഞൊരൊറ്റ വാക്ക് ഇതാണ്: ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധം വിളിക്കരുത്. ദൈവജനമേ, ഈ മനുഷ്യന്റെ മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം കടന്നു വരുമ്പോൾ തുപ്പല കൊണ്ട് അവന്റെ നാവിൽ യേശു തൊട്ട് കഴിഞ്ഞപ്പോൾ ഇനി ദൈവം വിശുദ്ധീകരിച്ചതിനെ അവൻ ഇനി അറപ്പുള്ളതോ വെറുപ്പുള്ളതോ ആക്കി കാണാൻ പാടില്ല. അത് വ്യക്തിയാണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും സംഭവങ്ങളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും കാലാവസ്ഥകളാണെങ്കിലും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരി അറപ്പും വെറുപ്പോടും കൂടി അലർജി പോലെ ജീവിക്കുന്ന മനുഷ്യരാണ്. ഒത്തിരി അലർജിയുള്ളവരില്ല ഈ കൂട്ടത്തില്. കർത്താവിനെ സുഖപ്പെടുത്താൻ പോവാണേ. ഒത്തിരി അലർജിയുള്ളവരില്ല ഈ കൂട്ടത്തില്. ഓർത്തോണം, നോക്കണം. ഇതാ ഈശോ പറയാണ്, ഇതാ പത്രോസോട് പറഞ്ഞു, ഇനി ഇത് ദൈവം വിശുദ്ധീകരിച്ചത് നീ അറപ്പോടെ കാണാൻ പാടില്ല. അപ്പോ ഇവിടെ ഈ മനുഷ്യനെ എന്താ പറ്റി? ഇനി നിന്റെ ജീവിതത്തിൽ അറപ്പോടും വെറുപ്പോടും നിന്നെ കണ്ടൊരു സമൂഹം ഉണ്ടടാ കുഞ്ഞെ. ഇനി നീ പക്ഷെ ഈ സുഖപ്പെട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ അവരെ നീ അതുപോലെ കാണാൻ പാടില്ലടാ കുഞ്ഞെ. അതുകൊണ്ട് എന്തൊക്കെയാണോ
അവൻ നികൃഷ്ടമായിരുന്നത്, വേദനിപ്പിച്ചിരുന്നത്. ഇനി സൗഖ്യപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ അടുത്ത് പോയി നീ എന്നെ പണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് എന്ത് ചെയ്തത്? അവനെ തുപ്പല കൊണ്ട്, വെറുപ്പുളവാക്കുന്ന തുപ്പല കൊണ്ട് തന്നെ അവൻ്റെ നാവിൽ നിന്ന് തൊട്ടത്. അപ്പോൾ എന്താ, ഇനി അവൻ്റെ നാവ് തൊട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ ഇനി അവൻ്റെ നാവിന് അശുദ്ധമാകത്തില്ല. ഇനി അവൻ്റെ തീരുമാനങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. ഇപ്പോൾ അവൻ യേശു ചെയ്ത പ്രവൃത്തി അവൻ കാണുന്നുണ്ട്. തുപ്പല് വെറുപ്പുളവാക്കുന്നതാണ്, അത് കാണുന്നുണ്ട്. ആ കണ്ട കാര്യം കൊണ്ടാണ് അവൻ്റെ നാവിൽ തൊട്ടത്. ഇനി കർത്താവ് എന്ത് ചെയ്തൊരു കാര്യം എന്ന് പറയാം, എനിക്ക് അത്ഭുതമാണ്. എന്തിനാണെന്നറിയാമോ? അവൻ്റെ നാവിൽ ആ തുപ്പല കൂടെ തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഓപ്പൺ ചെയ്യും. കർത്താവ് ഉറപ്പായി ഓപ്പൺ ചെയ്യും. ഒരൊറ്റ കാര്യത്തിനാണ്. എന്താണെന്നറിയാമോ? ഇനി മുതൽ മറ്റുള്ളവരെ, അവനെ ഒറ്റപ്പെടുത്തിയവരെ, അവനെ വേദനിപ്പിച്ചവരെ, അവനെ ശപിച്ചവരെ, ദൈവത്തിൻ്റെ ശിക്ഷയായി കണ്ടവനെ മാറ്റി നിർത്തിയവരെ അവൻ ഇനി മേലാൽ അവൻ ഇനി അങ്ങനെയൊന്നും തിരിച്ചു കാണാൻ പാടില്ല. നമ്മളൊക്കെ കിട്ടിയതുപോലെ തിരിച്ചു കൊടുക്കുന്ന ആഗ്രഹിക്കുന്നവരും വേദനിപ്പിച്ചവരെ മുറിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇപ്പോഴും കൂടുതൽ പലരും ഇരിപ്പുണ്ടാവും. നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം നമ്മുടെ ഉള്ളിലേക്ക്. നമ്മളെ വേദനിപ്പിച്ചവരെ തിരിച്ചങ്ങനെ എപ്പോഴെങ്കിലും അവർക്ക് നാശം വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന്. അതൊരു ഹല്ലേലൂയ പറഞ്ഞേ, കാരണം വീശി പറഞ്ഞേ. ഈ കർത്താവ് നോക്കുക, ഇനി അവൻ തുപ്പല കൊണ്ട് അവൻ്റെ അധരത്തിൽ നാവിൽ സ്പർശിച്ചു. ഇനി അതെന്തിനാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലൂടെ ഒരു കാര്യം കൂടിയുണ്ട്. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 8-ാം തിരുവചനം ഒന്ന് വായിക്കാമോ? റോമ 10:8. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. 9-ാമത്തെ വായിച്ചു. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവരെ മനുഷ്യരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. കണ്ടു നോക്കുക, ഇനി മുതൽ അവനെ വേദന നൽകിയവരെ, ഒറ്റപ്പെടുത്തിയവരെ ഇനി അവൻ അങ്ങനെ തിരിച്ച് അവന് കിട്ടിയതുപോലെ അവൻ ഇനി പറയാനോ വിഷമിപ്പിക്കാൻ പാടില്ല. അവൻ്റെ ചിന്താഗതികൾക്ക്, വർത്തമാനങ്ങൾക്ക്, പെരുമാറ്റങ്ങൾക്ക് എല്ലാം മാറ്റം വരും. അപ്പോൾ അവൻ്റെ നാവ് ഇനി ശുദ്ധിയുള്ളതാക്കി തീർക്കുവാൻ. എന്തിനാണെന്നറിയാമോ? ഈ നാവ് കൊണ്ട്, ഓപ്പൺ ചെയ്ത നാവ് കൊണ്ട് അവൻ ഇനി മുതൽ എന്തു പറയണം എന്നുള്ളതാണ്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. 9-ാമത്തെ വചനം റോമ 10:9. പിടുത്തം കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, വീശി പറഞ്ഞേ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ, ഒന്ന് സ്തുതിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇതാ ഈ അധരം, കർത്താവ് ഈ മനുഷ്യൻ്റെ അധരത്തിൽ തുപ്പല കൊണ്ടാണ് തൊട്ടത്. നിങ്ങളുടെയൊക്കെ നാവിൽ പലരും പല രീതിയിലും തൊടാൻ പരിശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ തൊട്ട് ആ സമയത്ത് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ മറ്റുള്ളവരെ തൊട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് വേദനിച്ചിട്ടുണ്ട്. നമ്മൾ അവരെയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, പ്രാഗിയിട്ടുണ്ടായിരുന്നിരിക്കാം. നമുക്ക് ആ നാവ് കൊണ്ട് നമുക്കൊന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാലോ? ഇങ്ങനെയാണ് റോമ 10:9 വചനത്തെ പ്രകാരം. എങ്ങനെയാണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയലാണ് ഈ സ്തുതിപ്പ്. 2 കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. ഒന്ന് സ്വർഗത്തിലേക്ക് ഒന്ന് നോക്കിക്കേ, മുകളിലേക്ക് ഒന്ന് നോക്കിക്കേ. ഇനി ഒന്ന് കണ്ണ് നടച്ചേ, ഇനി വായൊന്ന് തുറന്നേ, എന്ന് യേശുവേ എന്ന് വിളിച്ചേ, ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. യേശുവേ, ഈ അധരം കൊണ്ട് ഇനി മുതൽ, ഈ കേൾവി കൊണ്ട് കർത്താവേ, ഇതെല്ലാം നിന്ന് വിശ്വാസത്തിൽ ഉറയ്ക്കാനും നാവ് കൊണ്ട് കർത്താവ് കൊണ്ട് ഏറ്റുപറയുവാനും ഒരു സൗഖ്യം തരണമേ. നീ കർത്താവാണ്, നീ രക്ഷകനാണ്. ഒന്ന് ഏറ്റുപാടിക്കേ. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കും. കരങ്ങള് 2 ഹൃദയത്തോട് ചേർത്ത് വെച്ച് കുരിശാൽ ചേർത്ത് പാടിക്കേ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു,
ഞാൻ പ്രഖ്യാപിക്കും. ഇനി കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിച്ച് യേശുവേ എന്ന് യേശുവേ വിളിച്ചേ, രക്ഷക, വിളിച്ചേ, കർത്താവേ, നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ, നാഥനേ. ഇരുന്നോ. അത് നോക്കുക, ആ മനുഷ്യന്റെ നാവില് കർത്താവ് തുപ്പല കൊണ്ട് തൊട്ടത് എന്തിനാണ്? അവൻ ഈ നാവ് കൊണ്ട് ഇനി അടുത്ത സെക്കൻഡ് മുതൽ അവൻ എന്ത് പറയണം? യേശു കർത്താവാണ് എന്ന് പറയണം. റോമാലേഖനം 10:9. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവനെ മരിച്ചവനെ ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. അങ്ങനെ അവൻ രക്ഷിക്കപ്പെടണം. അതിനു വേണ്ടിയാണ് ഇപ്പോൾ അവൻ്റെ നാവില് കത്തുപ്പല കൊടുത്തോട്ട്. അപ്പോൾ എല്ലാം മാറുകയാണ്, ഒരു മാറ്റിമറിക്കല. വെറുതെ ഒരു സൗഖ്യം കൊടുത്തിട്ട് യേശു അങ്ങ് മാറിപ്പോവുകയല്ല ചെയ്യുന്നത്. അവൻ്റെ ചിന്താഗതികൾക്ക്, അവൻ്റെ മാനസിക രീതികൾക്ക്, അവൻ്റെ അറിവിൻ്റെ തലങ്ങൾക്ക്, അവൻ്റെ ആലോചന രീതികൾക്ക് കർത്താവ് മാറ്റം കൊടുക്കുകയാണ്. നമുക്കൊക്കെ സൗഖ്യം കിട്ടി അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ടോട്ടൽ ചേഞ്ചസ് വരണം. അതിന് മുഴുവനുമായിട്ടുള്ള മാറ്റം വരണം. ഒരു അനുഗ്രഹം കിട്ടിയാലുണ്ടല്ലോ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ഒരു മുഴുവനുമായിട്ടുള്ള മാറ്റം വരാൻ നമുക്കിടയാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. സാധ്യട്ടോ. അപ്പൊ നമ്മുടെ വരാം. ഇനി യേശു ചെയ്ത മറ്റൊരു രീതി ഇതാണ്. ആ തുപ്പല് കൊണ്ട് അവന്റെ നാവിൽ തൊട്ടു, വിരൽ കൊണ്ട് ആ ചെവി തൊട്ടു. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി യേശു ചെയ്ത ഗിരി ഇത്രയും ചെയ്തതിന് ശേഷം ഇനി യേശു ചെയ്യുന്ന മറ്റൊരു തലമുണ്ട്. അത് വലിയൊരു തലമാണ്. 34-ാമത്തെ വചനമാണ്. മാർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വചനം. അത് ഇപ്രകാരമാണ്: അവൻ സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. അവിടം വരെ നിൽക്കട്ടെ. അവന് സ്വർഗത്തിലേക്ക് നോക്കി എന്നൊരു വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, യേശു അവനെ ആദ്യം മാറ്റി നിർത്തി. പിന്നെ യേശു ജനകിടന്ന് അവനെ മാറ്റി നിർത്തി, അവനെ തന്നെയാക്കി, സ്വന്തമാക്കി. പിന്നെ യേശുവിൻ്റെ പ്രവർത്തനമാണ് അവന് വേണ്ടി മാത്രമുള്ള ചില പ്രവൃത്തിയാണ് ചെയ്തത്. ഇനി യേശു ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി എന്താണ്? അവൻ സ്വർഗത്തിലേക്ക് നോക്കുക. മാറ്റി നിർത്തിയവനെ അവൻ്റെ ചെവികൾ വിരലിട്ടതിന് ശേഷം, അവൻ്റെ നാവിൽ തുപ്പലുകൾ തൊട്ടതിന് ശേഷം പിന്നെ യേശു ചെയ്ത രീതിയാണ് സ്വർഗത്തിലേക്ക് നോക്കുക എന്നുള്ളത്. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ഏത് അവസ്ഥ വരുമ്പോഴും നമ്മൾ നോക്കേണ്ട ആദ്യത്തെ ഇടമാണ് സ്വർഗം. വലതുകാരം എങ്ങനെ ഉയർത്തിപ്പിടിച്ചേ, എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ എന്ന് പറഞ്ഞേ, ഞങ്ങളുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ കഷ്ടപ്പാടുകളോ കണ്ണുനീരുകളോ കടന്നു വരുമ്പോൾ സ്വർഗത്തിലേക്ക് ഞാൻ നോക്കണം. ആമേൻ. കർത്താത്തിയോട്ടോ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? സ്വർഗത്തിൽ നോക്കണം. യേശു അത് ചെയ്തു. ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് നോക്കാൻ കൂടി പഠിപ്പിക്കുകയാണ്. അതുകൂടി ഉണ്ട്. കാരണം അവന്റെ എല്ലാ മണ്ഡലങ്ങളും മാറുകയാണ്. ചിന്താഗതികൾ മാറ്റം വന്നു, അവന്റെ ആലോചന രീതികൾക്ക് മാറ്റം വന്നു. ഇനി അവൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? അവനെ മറ്റൊരു തലം പഠിപ്പിച്ചു കൊടുക്കുക. മോനെ, ഇനിയും പ്രയാസം ഉണ്ടാകും. ഈ സൗഖ്യം കഴിഞ്ഞ് നീ പോകും, പക്ഷെ ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടു പോകും, നീ പ്രയാസം ഉണ്ടാകും. നീ അന്നേരം എന്ത് ചെയ്യണം? നീ എങ്ങോട്ട് നോക്കണം? എങ്ങോട്ട് നോക്കണം? എങ്ങോട്ട് നോക്കണം? ഒന്ന് ഉറക്കെ പറഞ്ഞേ, വലതുകരം ഉയർത്തി പറഞ്ഞേ. സ്വർഗത്തിലേക്ക്. അപ്പോൾ എങ്ങോട്ടാ നോക്കേണ്ടത്? ഉയർത്താൻ പറഞ്ഞ് സ്വർഗത്തിലേക്ക്, അങ്ങോട്ടാട്ടോ നോക്കാൻ പറയുന്നത്. അതുകൊണ്ടാ സ്വർഗത്തിലേക്ക് നോക്കണം. അപ്പൊ യേശു എന്ത് ചെയ്തു? സ്വർഗത്തിൽ നോക്കി. ഇനി അവനും അവന്റെ ജീവിതത്തിൽ ഭാവിയിൽ വരാൻ പോകുന്ന കഷ്ടപ്പാട് നടുവിൽ അവൻ എങ്ങോട്ട് നോക്കണം? എങ്ങോട്ട് നോക്കണം അമ്മച്ചി? സ്വർഗത്തിലേക്ക് നോക്കണം. ഓക്കെ, സ്വർഗത്തിൽ നോക്കണം. അപ്പോ ഇനി സ്വർഗത്തിലേക്ക് നോക്കി അവൻ എന്ത് ചെയ്തു? നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു. അപ്പൊ സ്വർഗത്തിലേക്ക് ഈ യേശു എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും ഈ സ്വർഗത്തിലേക്ക് ഒരു നോട്ടമുണ്ട്. നമ്മൾ യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിലെ ലാസ്റ്റത്തെ കുഴിമാടത്തിൽ വന്നപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കി എന്ന് പറയല്ലേ, അതാണ് പ്രാർത്ഥിച്ചത്. ഇനി കുറച്ചുകൂടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഈ സ്വർഗത്തിലേക്ക് നോക്കുന്ന എന്തിനാണ്? ഒരു കാര്യം കൂടി അറിഞ്ഞതിന് ശേഷം ബാക്കിയിലേക്ക് പ്രവേശിച്ചാൽ മതി നമ്മൾ. ഓക്കെ, അത് ലൂക്കാസ് സുവിശേഷത്തിന്റെ 22-ാം അധ്യായത്തിൽ 39 വചനങ്ങൾ എടുക്കാമോ പെട്ടെന്ന്? ലൂക്കാസ് സുവിശേഷം അതിന്റെ 22-ാം അധ്യായത്തിൽ
ഒരു വചനം കിടപ്പുണ്ട്. അതിങ്ങനെയാണ്. നമുക്കിങ്ങനെ നോക്കാം. യേശു ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്ന രംഗമാണ്. അതിനകത്ത് 43-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? 22:43. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. വായിച്ചോ, നിങ്ങളെ വായിച്ചേ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിച്ചു. അത്രയും മതി. നോക്കേ, 43-ാമത്തെ വചനാണ്, മനസ്സിൽ കുറിച്ചിട്ടാണേ. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ സ്വർഗത്തിലേക്ക്, ഇവിടെ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന രംഗമാണ് നമുക്കറിയാലോ. യേശു അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് സഹായം വരികയാണ്. അവൻ എങ്ങോട്ടാ പ്രാർത്ഥിച്ചത്? ഗെത്സമനിയിൽ സ്വർഗത്തെ നോക്കി, അപ്പനെ നോക്കിയാ പ്രാർത്ഥിച്ചത്. അവന്റെ അപ്പനെ നോക്കിയാ പ്രാർത്ഥിച്ചത്. സ്വർഗത്തിന്റെ അപ്പനെ നോക്കി യേശു പ്രാർത്ഥിച്ച്, പുത്രൻ തമ്പുരാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്നറിയാമോ? അവൻ ഇങ്ങനെ പറയും, എന്റെ അപ്പച്ച, എന്താ പറയാ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറിപ്പോകട്ടെ എന്ന് അവൻ പറഞ്ഞ അടുത്ത നിമിഷത്തിൽ അവൻ യേശു ഇങ്ങനെ കൂട്ടിച്ചേർത്തു, എങ്കിലും എൻ്റെ അപ്പാ, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാ പറഞ്ഞത്. നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് എപ്പോ പറഞ്ഞു? സ്വർഗത്തെ നോക്കിക്കൊണ്ട് യേശു സ്വർഗത്തിന്റെ അപ്പന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് എപ്പോൾ പറഞ്ഞവോ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അവനെ ശക്തിപ്പെടുത്തുവാൻ ഒരു സഹായം ഇറങ്ങി വന്നു. പറഞ്ഞൊരു ഹല്ലേലൂയ പറഞ്ഞേ, സന്തോഷത്തിൽ പറഞ്ഞേ. എപ്പോഴാണ് സ്വർഗത്തിന്റെ സഹായം വന്നത്? പിതാവേ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ, എൻ്റെ ഹിതമല്ല അപ്പാ എന്ന് പറഞ്ഞു. സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ്. സ്വർഗത്തിലേക്ക് നോക്കുന്നത് എന്തിനാണെന്നറിയാമോ? അപ്പാ, എൻ്റെ ഹിതമല്ല, നിന്റെ ഹിതമാട്ടോ ഇവിടേക്ക് നിറവേറേണ്ടത് പറയാനാ. അത് യേശു പഠിപ്പിച്ചു. സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മളെ ചൊല്ലിക്ക് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? സ്വർഗത്തിന്റെ അപ്പാ, നിന്റെ രാജ്യം വരണം, നിന്റെ സ്വർഗത്തിലെ പോലെ തന്നെ നിന്റെ ഇഷ്ടം ഇവിടെ വരണമെന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ബേദരന്റെ അടുത്ത് നിന്ന് സ്വർഗത്തിലേക്ക്, അപ്പാ നിന്റെ പക്കലേക്ക് ഞാൻ നോക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നീ എന്ത് ചെയ്യണം? ദൈവരാജ്യം വരുത്തണം. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയണേ, എന്നെ ശരിക്കും കേൾക്കണം, ഇങ്ങോട്ട് നോക്കണേ, എന്നെ വേറെ എങ്ങും നോക്കരുത്. പഞ്ചേന്ദ്രിയങ്ങളെ വിശദീകരണം മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചോ, കവിലെത്തിക്കോ. ഇതൊരു അഭിഷേകമാണ്. നിങ്ങൾ ഇവിടുന്ന് വെറുതെ കൈയോടെ ഇറങ്ങിപ്പോ ഞാൻ അനുവദിക്കുന്നില്ല. അല്ല, യേശു അനുവദിക്കത്തില്ല. നോക്കുക, അവൻ സ്വർഗത്തിലേക്ക് നോക്കി. എപ്പോഴൊക്കെ സ്വർഗത്തിലേക്ക് നോക്കുന്നവോ അപ്പോഴൊക്കെ യേശുവിന്റെ അരിയിലേക്ക് അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ സഹായം കിട്ടിയിട്ടുണ്ട്. സങ്കീർത്തനം 57:3 നിർത്തേ, പെട്ടെന്ന് എടുത്തേ, ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 57:3 പെട്ടെന്ന് എടുക്കാമോ? പെട്ടെന്ന് വായിച്ചോ. 57:3 പെട്ടെന്ന് വായിച്ചോ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും. സ്വർഗത്തിൽ നിന്ന് സഹായം രക്ഷിക്കാനുള്ള സഹായമാണ്, വിടുവിക്കാനുള്ള സഹായമാണ്, അഭിഷേകത്തിന്റെ സഹായമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ സ്വർഗത്തിൽ സഹായം വരുന്നത് വിടുവിക്കാനാണ്, രക്ഷിക്കാനാണ്. അപ്പോ ഈ മകനെ വിടുവിക്കണ്ടേ, രക്ഷിക്കണ്ടേ? സ്വർഗത്തെ നോക്കി കിട്ടുമെന്ന് ഉറപ്പുള്ളിടത്തേക്കാണ് നോക്കിയത് കേട്ടോ. നമ്മളൊക്കെ അങ്ങനെ ആകണേ. അപ്പോ ആ നോക്കി സ്വർഗത്തിൽ സഹായം, സ്വർഗത്തിലേക്ക് നെടുറുപ്പിട്ട് പറഞ്ഞു. ഇനി സ്വർഗത്തിൽ സഹായം കിട്ടും എന്നുറപ്പെടുക വചനം 57:3 നമ്മൾ കണ്ട്. ഇനി നമ്മൾ കാണുകയാണ്, ഇതിങ്ങനെയാണ്. അവൻ സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട എഫ്ഫാത്ത, അതിന്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട്. തുറക്കപ്പെട്ട, ഒന്ന് ഉറക്കെ പറഞ്ഞേ. എഫ്ഫാത്ത എന്ന് പറഞ്ഞേ, തുറക്കപ്പെട്ടെന്ന് പറഞ്ഞേ. എന്റെ മൈക്കിന് സ്വരം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല, സമയമില്ല. ഓക്കെ, സ്വർഗത്തിൽ എഫ്ഫാത്ത, തുറക്കപ്പെടട്ടെ. തുറക്കപ്പെടേണ്ട ചില മേഖല അവന്റെ ജീവിതത്തിലുണ്ട്. ആ തുറക്കപ്പെടാൻ വേണ്ടി യേശു ഒത്തിരി കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം ആ സ്വർഗത്തിലേക്ക് നോക്കിയത്. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ അടഞ്ഞുപോയ ഏതെങ്കിലും വഴികൾ ഉണ്ടെങ്കിൽ അത് തുറന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. ആ പ്രിപ്പറേഷൻ നടന്നതിന് ശേഷം നീ സ്വർഗത്തിലേക്ക് നോക്കിക്കോ. സ്വർഗത്തിന്റെ സഹായം നിന്നിലേക്ക് വന്നിരിക്കും, 100% ഉറപ്പാ. കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 57:3 പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും. അത് ഈശോ കാണിച്ചു തന്നു. ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായത്തിന്റെ നമ്മൾ കണ്ടു. ഇതാ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്നു, അവന് ശക്തിപ്പെടുത്തി. എന്ത് സംഭവിച്ചു? കൂടുതൽ തീഷ്ണമായി കാര്യങ്ങൾ. സ്വർഗത്തിലെ സഹായം എന്തിനാണെന്നറിയാമോ? തീഷ്ണമായി കാര്യങ്ങൾ ചെയ്യാനാണ് കേട്ടോ, മറന്നു പോകരുതേ. ഇനി നമുക്ക് വീണ്ടും കാണാം. എഫ്ഫാത്ത, തുറക്കപ്പെടട്ടെ എന്ന അർത്ഥം. തുറന്നു.
അപ്പ തുറന്നു, ഇനി തുറക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഈ തരത്തിലൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു വാതിലും തുറക്കാതിരിക്കുകയില്ല. കാരണം എന്താണെന്നറിയാമോ? യേശു പറഞ്ഞു, ദാവീദ് ഭവനത്തിന്റെ താക്കോല് കുഞ്ഞ് നിന്റെ ചുമലിൽ ഞാൻ വെച്ച് തന്നിട്ടുണ്ട്, തോളത്ത് വെച്ച് തന്നിട്ടുണ്ട്. നീ പക്ഷേ ആ താക്കോലൊന്നും തുറക്കുന്നില്ല. താക്കോൽ തുറക്കണം. എന്തിനാ? തുറക്കാൻ വേണ്ടി തന്നിരിക്കുന്നത് താക്കോല, അതവിടെ വെച്ചോണ്ടിരിക്കാനല്ല. ആ താക്കോല് തുറക്കാനുള്ള താക്കോല എഫാത്തയാണ്. ആ താക്കോല് തുറക്കാനുള്ളതാണ്. ആ താക്കോല് അത് വിശ്വാസ താക്കോലാണ്, പ്രാർത്ഥനയുടെ താക്കോലാണ്, അഭിഷേകത്തിന്റെ താക്കോലാണ്. അത് വെച്ചത് വചനത്തിന്റെ താക്കോല. ഒന്ന് തുറന്നു നോക്കണേ. ഇതാ അവൻ പറഞ്ഞു, അവൻ ഉടനെ അവന്റെ ചെവികൾ തുറന്നു, നാവിന്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. എഴുന്നേറ്റ് നിന്നേ. തീർന്നു, സമയം തീർന്നു. നമ്മൾ ആരാധനയ്ക്ക് കയറാൻ പോവുകയാണ്. നോക്കുക, ഇതാ അവൻ കർത്താവ് തുറക്കാൻ വേണ്ടി എവിടെന്നാ വന്നെന്ന് നോക്കിയേ. അവൻ വന്ന് ടയർ പ്രദേശത്ത് പുറപ്പെട്ട് സീതോൻ കടന്ന് ദെക്കാപ്പോളിസ് പ്രദേശത്ത് കൂടെ ഗലിലി തീരത്തേക്ക് പോയി. അവിടെയാണ് അവന് ദൈവരാജ്യം വരാനൊരാളിരിക്കുന്നത്. ഈ വചനം കൂടി പറഞ്ഞിട്ട് ആരാധന കയറാം. അത് പറയാതെ പോകാൻ പറ്റില്ല. കാരണം യേശു ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. യേശു ഒരുവനെ സുഖപ്പെടുത്തുമ്പോൾ ദൈവരാജ്യം അവൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞു. ദ വെരി ഫിംഗർ ഓഫ് ലവ്, അതായത് കർത്താവിൻ്റെ വിരൽ കൊണ്ടാണ് അവനെ പിശാചികളെ പുറത്താക്കുന്നതെങ്കിൽ അവൻ ദൈവരാജ്യം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവന്റെ ജീവിതത്തിലേക്ക് അവൻ തുറന്നു കൊടുത്തത് അവൻ കേൾവി മാത്രമല്ല, നാവിന്റെ കെട്ട് മാത്രമല്ല, ദൈവരാജ്യത്തിന്റെ വാതിലാണ് കർത്താവ് അവനെ തുറന്നു കൊടുത്തത്. രണ്ട് കരങ്ങൾ ഉയർത്തിക്കേ. ഇന്ന് തുറക്കട്ടെ. ഒന്ന് സ്തുതിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചേ. ഈ സമയത്ത് തുറക്കട്ടെ. ഓ, അടഞ്ഞുപോയ മേഖല തുറക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി.